ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. അതായത് യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ആ ഡേറ്റ ടൈപ്പിൻ്റെ ഡേറ്റാസ് നമ്മൾ കൊടുക്കുന്നത്. സ്ട്രക്റ്റ് അല്ലെങ്കിൽ സ്ട്രക്റ്റിനൊരു നെയിമൊക്കെ കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ് കൊടുക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഇപ്പം നമുക്ക് ആദ്യം നമ്മളിപ്പോൾ അറയാണെങ്കിൽ എന്താ, അറയ്ക്കകത്താണെങ്കിൽ ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിപ്പോൾ ഒരു റെക്കോർഡ് ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്നുള്ളൊരു പേഴ്സൺ, ആ പേഴ്സൻ്റെ ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ ഡേറ്റാസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് മാത്രമല്ല, എൻ്റെ പേര് മാത്രം അല്ല എനിക്കുള്ളൂ. എനിക്ക് വേറെ എന്തൊക്കെ ഉണ്ട്? ഏജ് ഉണ്ട്, അതേപോലെ എൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ടാവും, എൻ്റെ സെക്സ് എന്താണെന്നുണ്ടാവും. സോ അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്, ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ഡേറ്റാസ് ഉണ്ടാവില്ലേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ സ്റ്റോർ ചെയ്യണ ആ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? റെക്കോർഡ് എന്ന് പറയുക. സോ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. അത് നോർമലി യൂസ് ചെയ്യണത് എന്തിനാണ്? റെക്കോർഡ് ഇൻഫർമേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത്. സോ ഈ സ്ട്രക്ചർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച കീവേഡ്സ് പോലെ തന്നെ എന്ത് കീവേഡാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം സ്ട്രക്റ്റിന് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സ്ട്രക്റ്റിൻ്റെ നെയിം ഉണ്ടായിരിക്കും. അതിനുശേഷം ബോഡി ഓഫ് സ്ട്രക്റ്റ് എന്നുള്ള കീവേഡ്, അതിനുശേഷം സ്ട്രക്റ്റിനൊരു നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? ആ സ്ട്രക്റ്റിൻ്റെ ഒരു ബോഡി ഉണ്ടായിരിക്കും. അതാണ് ഈ സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് നോക്കുക. സ്ട്രക്റ്റ്, സ്ട്രക്ചർ നെയിം, ഫോളോഡ് ബൈ മെമ്പർ ഡെഫിനീഷൻ, ലാസ്റ്റ് കോളൻ ഇടുക. അതിനുശേഷം നോക്കേണ്ടത് ഒരു സെമി കോളനും കൂടെ ഇതിനകത്ത് വേണം. ഓക്കെ, സ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഫോളോഡ് ബൈ സ്ട്രക്ചർ നെയിം. ഇപ്പോൾ എന്തെങ്കിലും ഒരു എംപ്ലോയിന്നോ അല്ലെങ്കിൽ പേഴ്സണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡേറ്റ ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെന്താണ്? മെമ്പർ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഡേറ്റാസ്, ഇപ്പോൾ ഞാനൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മെമ്പർ ഡെഫിനേഷനിൽ എന്തൊക്കെ വരും? എൻ്റെ നെയിം വരും, ഏജ് വരും, സെക്സ് വരും, എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വരും. അതൊക്കെ നമ്മൾ എന്തിലാണ് ഉൾക്കൊള്ളിക്കുക? ഈ മെമ്പർ ഡെഫിനേഷനകത്താണ് ഉൾക്കൊള്ളിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു സെമിക്കോളം കൊടുക്കുക. ഇതാണ് സ്ട്രക്ചറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്. സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഉണ്ടാവും? റോൾ നമ്പർ ഉണ്ടായിരിക്കും, നെയിം ഉണ്ടായിരിക്കും, മാർക്ക് ഉണ്ടായിരിക്കും, ഹൈറ്റ്, സെക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, സ്ട്രക്റ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് എഴുതിയേക്കണം നോക്കുക. ഫസ്റ്റ് സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് വേണം. അതിനുശേഷം സ്ട്രക്റ്റിനൊരു നെയിം ഉണ്ടായിരിക്കണം, ദാറ്റ് ഈസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം ഉണ്ടായിരിക്കണം. ഫോളോഡ് ബൈ ആൻ ബോഡി ഓഫ് ദി സ്ട്രക്ചറാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തു. സാധാരണ നിങ്ങൾ ഡേറ്റ ടൈപ്സ് ഡിക്ലെയർ ചെയ്യണ പോലെ തന്നെ ഡിക്ലെയർ ചെയ്യുക. ഇൻഡ് റോൾ നമ്പർ, ക്യാരക്ടർ നെയിം, ഇൻഡ് മാർക്ക്, ഫ്ലോട്ട് ഹൈറ്റ്, ക്യാരക്ടർ സെക്സ്, ഫോളോഡ് ബൈ ഇത് കൊടുക്കുക. ഇതിന് ശേഷം എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കൊടുക്കുക. ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡേറ്റാസ് ആക്സസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണുള്ളത്. നെക്സ്റ്റ് ഇവിടെ എന്ത് വേണം? ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇതായിട്ട് എഴുതാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ, അതായത് നിങ്ങളിപ്പോൾ സ്ട്രക്ചറിലെ ഡേറ്റ മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഈ ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടി ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിനെ പറയുന്നത് സ്ട്രക്ചർ വേരിയബിൾ എന്നാണ് അതിനെ പറയണത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഓക്കെ, സ്ട്രക്ചർ മെമ്പർ ക്യാൻ ബി എനി വാലിഡ് ഡേറ്റ ടൈപ്പ് ഇൻക്ലൂഡിങ് അതർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്നുള്ള ഒരു പോയിന്റ് കൂടി നോക്കുക. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, ആക്സസിങ് ദ മെമ്പേഴ്സ് ഓഫ് എ സ്ട്രക്ചർ. നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അവിടെ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു സ്ട്രക്ചർ എഴുതിയതിന് ശേഷം ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ വേരിയബിൾ എഴുതിയിട്ടുണ്ടായിരുന്നേ. സോ ആ സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇനി എന്താണ്, ആ നിങ്ങൾ കൊടുത്ത ആ വാല്യൂസിലേക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്. സോ എസ് ഡോട്ട് മാർക്ക് ഇസ് ഈക്വൽ ടു 45, എസ് ഡോട്ട് സെക്സ് ഇസ് ഈക്വൽ ടു മെയിൽ. സോ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഡേറ്റാസ്, ഇൻറ്റിജർ ആണെങ്കിൽ ആ ഇൻറ്റിജർ ഡേറ്റ കൊടുക്കുക, ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ ഡേറ്റ കൊടുക്കുക. സോ ബൈ യൂസിങ് ഈ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? ആ ഡേറ്റ ടൈപ്സിനെ ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി ഒരു ഇനീഷ്യലൈസിങ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്കിത് ഒരുപാട് രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആ ഒരു എസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു, സ്ട്രക്ചർ വാരിയബിൾ, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ വാല്യൂസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആദ്യം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അതിൽ വേണ്ട മെമ്പർ ഡെഫിനേഷൻസ് എല്ലാം കൊടുത്തു. അതിനുശേഷം എസ്
അതിനകത്ത് എന്താ കൊടുത്തേക്കുന്നത്, അതിനകത്ത് ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. കേളി ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ വേണ്ടത് കേട്ടോ. കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഓരോ വാല്യൂസ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അത് ഓർഡറിൽ തന്നെ കൊടുക്കുക. അപ്പോൾ റോൾ നമ്പർ ആണെങ്കിൽ 101, നെയിം ആണെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് 1, മാർക്ക് എന്നുള്ളത് അടുത്ത ഫീൽഡ്. സോ ഇപ്പോൾ എന്തായി, എസ് എന്നുള്ള വാല്യൂയിലേക്ക് എല്ലാം നിങ്ങൾ ആക്സസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ വേറൊരെണ്ണം കൊടുത്തു വയ്ക്കുന്നുണ്ട്. 2 നമ്പേഴ്സ് 2 വാല്യൂസ് നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ S(2) = 101, അക്ഷയ് 45, 102, ദേവി 47. ഇത് നമ്മൾ ഈ രീതിയിലല്ല നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു രീതി ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഹൗ ടു ഡിക്ലെയർ ദ വാരിയബിൾ ഓഫ് എ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിൻടാക്സ്. സ്ട്രക്റ്റ് നെയിം, ഡേറ്റ ടൈപ്പ്, മെമ്പർ നെയിം ഫോളോഡ് ബൈ വാരിയബിൾ നെയിം. ഓക്കെ, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നത്. മറ്റേ ഇനീഷ്യലൈസേഷൻ നിങ്ങളധികം ബുദ്ധിമുട്ടാണെങ്കിൽ അത് നോക്കണ്ട. ഓക്കെ, ഇത് നോക്കുക. നിങ്ങളുടെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ആദ്യം ചെയ്തു. ഓക്കെ, ആദ്യം നമ്മളുടെ സ്ട്രക്ചർ എഴുതണം അല്ലേ. സ്ട്രക്ചർ എഴുതിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഫസ്റ്റ് സ്ട്രക്ചർ എഴുതി. ഇത്രയും എന്താണ്, എൻ്റെ സ്ട്രക്ചറാണ്. എന്തിൻ്റെ സ്ട്രക്ചറാണ്, സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു ഇതിൻ്റെ റെക്കോർഡിൻ്റെ സ്ട്രക്ചറാണ് ഇത്രയും എഴുതിയേക്കുന്നത്. ഇവിടെ ഞാൻ സെമികോളൻ കൊടുത്തു. നെക്സ്റ്റ് നിങ്ങളുടെ മെയിൻ ഫംഗ്ഷൻ എഴുതുക. വോയിഡ് മെയിനോ ഇൻഡ് മെയിനോ ആ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് നിങ്ങൾ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്നല്ല എഴുതിയേക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ്. ഓക്കെ, എനിക്കിവിടെ 3 അല്ലെങ്കിൽ 1, 2, 3 ഡേറ്റാസ് എനിക്കുണ്ടാവും. സോ ഇവിടെ എനിക്ക് ആക്സസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ്, സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, S(20). ഇത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ ആക്സസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഏതൊക്കെ വാല്യൂസ് ആണോ ഇവിടെ വേണ്ടത് അതെല്ലാം ആ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കുക. റിട്ടേൺ 0. ഓക്കെ, ഇതാണ് ഒരു ഫോർമാറ്റ്. സെക്കൻഡ് ഫോർമാറ്റ് പറയുന്നത് സെയിം പോലെ തന്നെ ആദ്യം നിങ്ങൾ ചെയ്ത പോലെ തന്നെ സ്ട്രക്റ്റ് എഴുതുക. അതിനുശേഷം നിങ്ങൾ സെമികോളൻ അല്ലേ മറ്റോടത്ത് എഴുതിയിരുന്നത്, അതിന് പകരം ഈ സ്ട്രക്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് കൊടുക്കുക, ഈ സ്ട്രക്റ്റിൽ വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ മെയിനിലല്ലല്ലോ നിങ്ങൾ കൊടുത്തേക്കണത്, സ്ട്രക്റ്റിൽ തന്നെ അല്ലേ കൊടുത്തേക്കണത്. അപ്പോൾ ഇവിടെ കൊടുത്ത ആ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് ഇത് തന്നെയാണ്, ഈ സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് റീഡ് ചെയ്യണ സമയത്ത് ഉണ്ടാവുക. സോ ഇത് സ്ട്രക്ചറിലായതുകൊണ്ട് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യേണ്ട, സ്ട്രക്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ട. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, S(20) എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു എംപ്ലോയി ഡീറ്റെയിൽസ് യൂസ് ചെയ്യുകയാണ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കറിയാം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ നെയിം ഫോളോഡ് ബൈ ബോഡി ഓഫ് ദി സ്ട്രക്ചർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്തേക്കുന്നത്. സ്ട്രക്റ്റ് എംപ്ലോയിക്കുള്ള ഡേറ്റാസാണ് ഇത്രയും കാര്യങ്ങളായിട്ട് പറഞ്ഞേക്കുന്നത്, ഫോളോഡ് ബൈ സെമികോളൻ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ മെയിനിനകത്ത് എന്ത് ചെയ്യുക, ഈ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് എത്ര എംപ്ലോയീസ് ആണോ ഉള്ളത് ആ എംപ്ലോയീസിൻ്റെയൊക്കെ വാല്യൂസിനെ നമ്മൾ റീഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ടാണ്. സ്ട്രക്റ്റ് എംപ്ലോയി EMP1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അല്ലേ. EMP1-നകത്ത് കൊടുത്തേക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്, അതേ ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ ഡേറ്റാസിനെ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് എന്താണ് വാല്യൂസ് ഉള്ളത്, ആദ്യത്തെ 2 ഇൻറ്റിജർ വാല്യൂസ് ആണ്, പിന്നത്തത് ക്യാരക്ടർ വാല്യൂസ് ആണ്, പിന്നത്തത് ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസ് ആണ്. സോ അതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യൂസിനെ റീഡ് ചെയ്യുക. അടുത്തത് എന്താണ്, സ്ട്രക്റ്റ് എംപ്ലോയി 2. ഓക്കെ, ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ്, ഇത് 2 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസിനെ ആക്സസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് അറേ ആയിട്ട് തന്നെ അത് ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് വേറെ വേറെ വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡിക്ലറേഷൻ പറയുന്നതാണ് സ്ട്രക്റ്റ് എംപ്ലോയി EMP2 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EMP2.employee ID = 102, EMP2.age = 28. ഓക്കെ, ഇത് പിന്നെ ഓപ്ഷൻ, ഇത് കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള അതേ strcpy എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണ പോലെ കോപ്പി എന്ന് പറഞ്ഞ സ്ട്രിംഗ് കോപ്പി ചെയ്തില്ലേ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഷീനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് EMP2.nameലേക്ക് കൊടുക്കണം, സയൻസ് എന്നുള്ള പേര് EMP2.departmentക്ക് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ടെക്സ്റ്റിലുള്ള പ്രോഗ്രാമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്താൽ മതി, EMP2.name = ഷീനു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, EMP2.department = സയൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ലാസ്റ്റ് EMP2.salary = 32,000 എന്ന് പറഞ്ഞിട്ട് ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് 0.00 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മറ്റേതാകുമ്പോൾ നമ്മൾ ഒരു സാധാ ഒരു രീതിയിലുള്ള ഡിക്ലറേഷനാണ്, ഇതാകുമ്പോഴാണ് കറക്റ്റ് ആ സ്ട്രക്ചറിൻ്റെ ഒരു മെമ്പർ ഡെഫിനീഷൻ വരുന്നത്, അല്ലെങ്കിൽ മെമ്പർ ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നത്.
ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ ഏതിലേക്ക് കൊടുത്തു, ആ എംപ്ലോയിയിലേക്ക് ഡേറ്റയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്തായി, ആ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞു ഇല്ലേ. നമ്മൾ നേരത്തെ എല്ലാറ്റിലും എന്ത് ചെയ്യുന്നത്, സ്കാൻ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ചുരുത്തിയിരുന്നത്. ഇവിടെ അതിന് പകരം എന്ത് ചെയ്തു, ആ ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എല്ലാ വാല്യൂസിനെയും നിങ്ങൾ റീഡ് ചെയ്തു. ഇനി റീഡ് ചെയ്ത ഡേറ്റാസ് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പാടത്തുള്ളൂ, നിങ്ങൾക്കിപ്പോൾ 102 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, emp2.employee-id സ്റ്റോർ ചെയ്തേക്കുന്നത്. അതേപോലെ ഈ 101 എന്നുള്ള വാല്യൂ എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഇതിൽ കിടക്കുന്നത്, emp1.employee-id എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതേപോലെ 25 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നത്, emp1. എന്താണ് ഏജ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. നിഖിൽ എന്ന് പറയുന്നത് emp1.name എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. സോ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പ്രിൻറ്റ് ചെയ്യുക, emp1.employee-id, emp1.age, emp1.name, emp1.department, emp1.salary. സെയിം പോലെ തന്നെ എംപ്ലോയി 2ൻ്റെ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യുക, emp2.employee-id, emp2. എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലാസ്റ്റ് നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക, ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി 1 എന്ന് പറയുമ്പോൾ employee-id ഇസ് ഈക്വൽ ടു, നിങ്ങൾ ആ പെർസെൻറ്റേജ് d എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുത്തേക്കുന്നത്, അതിൽ 101 അങ്ങനത്തെ കാര്യങ്ങൾ വരും. employee 2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 102 സെയിം കാര്യങ്ങൾ വരും.